മിത്ര, മിത്ര, പലതവണ വിളിച്ചപ്പോഴാണ് അവൾ കണ്ണു തുറന്നത്. നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഈ തൊടിയിൽ വന്ന് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കരുതെന്ന്. ഒന്നാമതേ ഇവിടെ കാടാണ്, സർപ്പക്കാവും. നിനക്ക് വീട്ടിലിരുന്ന് എഴുതിക്കൂടെ? കാശിനാഥൻ അവളുടെ നേരെ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു. അത് അവഗണിച്ചവൾ തനിയെ എഴുന്നേറ്റു. മടിയിൽ നിന്നും പേനയും ബുക്കും താഴേക്ക് ഊർന്നു. അവൾ എടുക്കും മുമ്പേ അവൻ അതെടുക്കുവാൻ കുനിഞ്ഞു. രണ്ടാളുടെയും തലകൾ കൂട്ടിയിടിച്ചു. മിത്ര തല തിരുമ്മിക്കൊണ്ട് ദേഷ്യത്തോടെ അവനെ നോക്കി. അവൻ തല തടവി കൊടുക്കാനായി കൈനീട്ടി. അവൾ കൈ തട്ടി മാറ്റി. സ്വസ്ഥായിരുന്ന് എഴുതാൻ വന്നതാ. എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ്. ആരുടെ ശല്യവുമില്ല. എന്തിനാ കാശിയേട്ടൻ ഇങ്ങോട്ട് വന്നത്? ഈർഷ്യയോടെ ആയിരുന്നു ആ ചോദ്യം. നിന്നെ മുത്തശ്ശി അന്വേഷിക്കുന്നു. അവിടെ ചെന്ന് ചോദിക്കൂ കാര്യം. എനിക്കറിയാം നീ ഈ കാട്ടിൽ കാണുമെന്ന്. അതാണ് ഇങ്ങോട്ട് വന്നത്. അവൾ വേഗം വീട്ടിലേക്ക് നടന്നു. അവളെ കണ്ട പാടെ മുത്തശ്ശി ചോദിച്ചു, എന്താ കുട്ടി, എപ്പോൾ നോക്കിയാലും ഈ എഴുത്തുമായി ആ തൊടിയിൽ? സൂക്ഷിക്കണം, വല്ല ഇഴജന്തുക്കളൊക്കെ കാണും. മുത്തശ്ശിക്കറിയോ, എന്നെ വലിയ ഇഷ്ടമാണ് ആ തൊടിയിലെ ഓരോ ഇലകൾക്ക് പോലും. എൻ്റെ അമ്മ ഉറങ്ങുന്ന മണ്ണ്, എൻ്റെ അമ്മയുടെ സംഗീതവും കഥകളും കേട്ടുണർന്നിരിക്കണം അവിടെയുള്ള ഓരോ ജീവജാലങ്ങളും. മിത്ര, നിന്റെ അച്ഛൻ വിളിച്ചിരുന്നു. അമ്മായി അടുക്കളയിൽ നിന്നും വിളിച്ചു പറഞ്ഞു. അടുത്ത മാസം വരണുണ്ടത്രേ. കുറേ സമയം ഫോൺ റിങ് ചെയ്തു. നിന്നെ ഇവിടെ കണ്ടതുമില്ല. അതുകൊണ്ട് ഞാനെടുത്ത് സംസാരിച്ചു. മോള് പോയി കുളിച്ചിട്ട് വാ. അമ്മായി പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, പാലട. ഇന്നെന്താ അമ്മായി പ്രത്യേകത? ആരുടെയെങ്കിലും പിറന്നാളാണോ? അപ്പം നീയൊന്നും അറിഞ്ഞില്ലേ? അവൾ അമ്മായിക്ക് അടുത്തേക്ക് ചെന്നു. ഇല്ല, എന്താ അമ്മായി? നിരഞ്ജൻ വരുന്നുണ്ട്, കൂടെ കുറച്ച് ഫ്രണ്ട്സും. അവന് വലിയ ഇഷ്ടമാണ് പാലട. ബാക്കി വിഭവങ്ങളൊക്കെ ശാരദ ഒരുക്കുന്നു. അവളൊന്നും പറയാതെ പതിയെ റൂമിലേക്ക് നടന്നു. നിരഞ്ജൻ, ആ പേര് അച്ഛൻ പറയുമ്പോഴൊക്കെ ഒരുപാട് കൊതിച്ചിരുന്നു ഒന്ന് കാണാൻ. ചെറുപ്പത്തിൽ അമ്മ മരിച്ചതിനു ശേഷം അച്ഛൻ്റെ കൂടെ ഗൾഫിലായിരുന്നു. +2 കഴിഞ്ഞ് അവിടെ ചേർന്നതാണ്. കോളേജിൽ 1 വർഷം ആയപ്പോൾ അച്ഛൻ ഒരേ നിർബന്ധം, ഇനി നാട്ടിൽ നിന്ന് പഠിക്കണം, അവിടുത്തെ ശീലങ്ങൾ പഠിക്കണം എന്നൊക്കെ. സത്യത്തിൽ താനും കുറേ മോഹിച്ചിരുന്നു. ഇവിടെ ഈ തൊടിയും സർപ്പക്കാവും കുളവും അതൊക്കെ ഓർക്കുമ്പോൾ അമ്മ മനസ്സിൽ ഓടിയെത്തിയിരുന്നു. അമ്മയുടെ ഇഷ്ടവും ഇതൊക്കെ ആയിരുന്നുവെന്ന് അച്ഛൻ എപ്പോഴും പറയായിരുന്നു. താൻ പോരുമ്പോൾ അച്ഛൻ തനിച്ചാകുമെന്ന ഒരു സങ്കടം മാത്രം. അങ്ങനെ ഇവിടെ അമ്മയുടെ വീട്ടിലേക്ക് തന്നെ പറിച്ചു നട്ടു. ആദ്യമായിട്ടാണ് നിരഞ്ജേട്ടനെ നേരിട്ട് കാണാൻ പോകുന്നത്. പെട്ടെന്ന് പുറകിൽ നിന്നും വലിയ ശബ്ദത്തിൽ കാശിനാഥൻ അവളെ പേടിപ്പിച്ചു. എന്താ കാശിയേട്ടാ ഇത്? ഞാൻ പേടിച്ചു പോയിട്ടോ. നീ ഇനി അടങ്ങി ഒതുങ്ങിയൊക്കെ നടന്നു. ആ കാട്ടിലേക്ക് പോകുന്നത് ഒഴിവാക്കണം. എന്തിന് എന്ന ഭാവമായിരുന്നു അവൾക്ക്. അവൻ തുടർന്നു. എന്താണെന്നറിയുമോ, ഏട്ടൻ ഇന്ന് വൈകുന്നേരം വരും. വലിയ ദേഷ്യക്കാരനാണ്. എല്ലാവർക്കും പേടിയാ എൻ്റെ ഏട്ടനെ. നീ ഇവിടെ ഉള്ള കാര്യം അറിയാം, പക്ഷേ പെണ്ണാണെന്നും ഏട്ടൻ നോക്കൂല. അതാണ് പ്രകൃതം. റൂമിൽ ചെന്ന് ആലോചിച്ചു അവൾ. പണ്ടെങ്ങോ വെക്കേഷന് വന്നപ്പോൾ കണ്ടതാണ് ഏട്ടനെ. പക്ഷെ അന്ന് തന്നെ വലിയ ഇഷ്ടമായിരുന്നു. എന്തു പറഞ്ഞാലും തന്നോട് പിണങ്ങില്ലായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ ആവോ. സന്ധ്യ ആയപ്പോഴേക്കും അവരെല്ലാം എത്തി. നിരഞ്ജനെ കൂടാതെ 5 പേരുണ്ട്. 3 ആണുങ്ങളും 2 പെണ്ണുങ്ങളും. എല്ലാവരും ഹാളിൽ വിശേഷങ്ങൾ പങ്കിട്ടിരുന്നു. മുത്തശ്ശി കുറേ നേരം വിളിച്ചിട്ടാണ് മിത്ര കൂടെ ചെന്നത്. ആ മുഖം അവരിൽ അവൾ തിരഞ്ഞു. അവൾ നോക്കുന്നതറിഞ്ഞ് അവൻ നോട്ടം പിൻവലിച്ചു. അമ്മാവൻ മിത്രയെ അവർക്കെല്ലാം പരിചയപ്പെടുത്തി. അവൾ ചെറുചിരി പാസാക്കി നിന്നു. മോളെ, ഇവരൊക്കെ നിരഞ്ജൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാ. ഓരോരുത്തരെയും പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി. ജോൺ, സന്ദീപ്, സാം, റിയ, പൂജ. ഇവരൊക്കെ 2-3 ദിവസം ഇവിടെ കാണും മോളെ. അവൾ തലയിളക്കി. അവൾക്ക് തോന്നി നിരഞ്ജൻ അവളെ ശ്രദ്ധിക്കുന്നില്ലേ എന്ന്. അവൾ റൂമിലേക്ക് നടന്നു. രാത്രിയിൽ 12 മണിവരെ വീട്ടിൽ ചിരിയും ശബ്ദവും ഉയർന്നു നിന്നു. ഔട്ട് ഹൗസിലേക്ക് വന്നവർ എല്ലാവരും കിടക്കാനായി പോയി. എപ്പോഴോ മിത്രയെ ഉറക്കത്തിലേക്ക് വഴുതി. തൊടിയിലേക്ക് നടക്കുമ്പോൾ എന്തോ നല്ല ഗന്ധം മൂക്കിലേക്ക് അരിച്ചെത്തി. ഇലഞ്ഞു പൂത്ത ഗന്ധം. അറിയുവാൻ സാധിക്കുന്നില്ല. അവൾ സ്ഥിരം ഇരിക്കാറുള്ള ചെമ്പകമരത്തിൻ തണലിൽ വേറെ ആരോ ഇരിക്കുന്നു. മിത്രയ്ക്ക് ദേഷ്യം വന്നു. അതേ, ഇതെൻ്റെ സ്ഥലമാണ്, എൻ്റെ മാത്രം. അവിടെ നിന്ന് എഴുന്നേൽക്കൂ. അവൾ പറയുന്നത് കേട്ടിട്ടാവണം അയാൾ തിരിഞ്ഞു നോക്കി. മിത്ര ഞെട്ടി പുറകോട്ടാഞ്ഞു. വീണുപോയി. ആ രൂപത്തിന് മുഖമില്ല. അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പറ്റുന്നില്ല. അവിടമാകെ ഇരുണ്ടുമൂടി. ഒന്നും കാണാൻ സാധിക്കുന്നില്ല. മിത്ര ഞെട്ടി കണ്ണു തുറന്നു. സ്വപ്നമായിരുന്നു. അവൾ ആകെ വിയർത്തിരുന്നു. വല്ലാതെ ദാഹിക്കുന്നു. എഴുന്നേറ്റ് വാതിൽ തുറന്നു. അടുക്കളയിലെത്തി ലൈറ്റിട്ടു. പെട്ടെന്ന് ഞെട്ടി. അതാ അവിടെ നിരഞ്ജൻ. അവളെ കണ്ടതും അവൻ ചൂളിപ്പോയി.
അവൾ ശരിക്കും നോക്കി. വല്ലാത്ത ഒരു നാറ്റം. മദ്യമാണ്. നീ എന്താ ഇവിടെ? നിനക്ക് ഉറക്കമില്ലേ? ആ, പിന്നെ ഈ കാര്യം അമ്മയോടെങ്ങാനും പറഞ്ഞാൽ. അവൻ ദേഷ്യത്തോടെ നോക്കി. അവൾ ഒരു മറുപടിയും പറയാതെ തിരിഞ്ഞു നടന്നു. മിത്ര, അവൾ തിരിഞ്ഞു നോക്കാതെ നിന്നു. അവൻ അടുത്തേക്ക് വരുന്നതിൻ്റെ കാൽപെരുമാറ്റം കേൾക്കാം. അവളുടെ ചെവിക്ക് പുറകിലായി വന്നവൻ പതിഞ്ഞ സ്വരത്തിൽ മന്ത്രിച്ചു, സോറി. അവൻ നടന്നകലുമ്പോൾ അവളുടെ മനസ്സിലൂടെ ഒരു നേർത്ത മഞ്ഞിൻ കുളിരൊഴുകി. അമ്മായി നിർബന്ധം പിടിച്ചതുകൊണ്ടാണ് മിത്ര 2 ദിവസത്തേക്ക് അവധിയെടുത്തത്. രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ കേൾക്കാം പുറത്ത് നല്ല മേളം. ഭക്ഷണം കഴിച്ച് റൂമിൽ വന്നിരുന്നു. ജനാലകളിലൂടെ കാണാം തൊടിയും തൊടിയിലേക്ക് ഇറങ്ങുന്ന കൽപ്പടവുകളും. ഇന്ന് മുല്ല നന്നായി പൂത്തു നിൽക്കുന്നു. അവിടെ താഴെ കൊഴിഞ്ഞും കിടപ്പുണ്ട്. എന്നും സന്ധ്യയ്ക്ക് മുമ്പേ മുല്ലമുട്ടി ഇറുത്ത് വയ്ക്കാറുണ്ട്. ഇന്നലെ അതിഥികളുടെ കടന്നുകയറ്റം കാരണം ഒന്നും നടന്നില്ല എന്ന് അവൾ ഓർത്തു. ആരുടെയും ശബ്ദം കേൾക്കാതെ വന്നപ്പോൾ പതിയെ മുറ്റത്തേക്കിറങ്ങി. ഔട്ട് ഹൗസിൻ്റെ പുറത്ത് ആരെയും കണ്ടില്ല. തൊടിയിലേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പിലിരുന്നു. നോക്കുമ്പോൾ അതാ ഒരാൾ ധൃതി വെച്ച് നടന്നു വരുന്നു. നിരഞ്ജേട്ടൻ. അവൾ വേഗം എഴുന്നേറ്റ് ഒതുങ്ങി നിന്നു. അവൻ്റെ നടത്തം പതിയെയായി. അവളുടെ അടുത്തെത്തിയപ്പോൾ അവൻ നിന്നു. ആ ചെമ്പകച്ചുവട് മിത്രയുടെ സ്ഥിരം വാസസ്ഥലമാണോ? അവൾ ആശ്ചര്യത്തോടെ അവനെ നോക്കി. മൂളുക മാത്രം ചെയ്തു. അമ്മ പറയാറുണ്ട്, ഇന്ന് ഞാൻ അവിടെ എത്തിയപ്പോൾ ചെമ്പകം പൂത്തിട്ടില്ല. പക്ഷെ അവിടെ നിറയുന്നത് നിന്റെ ഗന്ധമാണ് മിത്ര. മറുപടിയൊന്നും പറയാതെ അവൾ തല താഴ്ത്തി നിന്നു. അത് കണ്ടവൻ മനസ്സിൽ ചിരിച്ചു. ഇത്രയും തൊട്ടാവാടിയായിരുന്നു ഈ പെണ്ണ്. നീ ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട. അവിടെ അവരെല്ലാം ഉണ്ട്. അകത്തേക്ക് പൊക്കോ, ഓക്കെ? അത്രയും പറഞ്ഞവൻ വീട്ടിലേക്ക് പോയി. അവൾ വീണ്ടും ആ സ്റ്റെപ്പിലേക്കിരുന്നു. നിരഞ്ജൻ പറഞ്ഞതോർത്തവൾ വിഷമിച്ചു. അവിടെ അവരെല്ലാം തൻ്റെ സ്വർഗം അവർ നശിപ്പിച്ചു കാണും. ആരും അവിടെ ഇരിക്കുന്നത് അവൾക്കിഷ്ടമല്ലായിരുന്നു. അവൾ വീട്ടിലേക്ക് നോക്കി. ആരെയും കാണുന്നില്ല. അങ്ങോട്ട് പോയേ പറ്റൂ. അവിടെ വൃത്തികേടാക്കാൻ ആരെയും അനുവദിക്കില്ല. മനസ്സിൽ ചിന്തിച്ചുകൊണ്ടവൾ മുന്നോട്ട് നടന്നു. അവൾ വരുന്നത് കണ്ടപ്പോൾ പൂജ കൈ ഉയർത്തി വിളിച്ചു, ഹായ് മിത്ര. മനസ്സിൽ ദേഷ്യമെങ്കിലും മുഖത്ത് ചിരി വരുത്തി അവൾ പറഞ്ഞു, ഹായ്. അവളെ കണ്ടതും സാം വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റ് ഒന്നുകൂടി ആഞ്ഞു വലിച്ച് പുക ഊതി വഷളം ചിരി പാസാക്കി. അവരുടെ അടുത്ത് 2-3 ഗ്ലാസും കുപ്പിയിരിപ്പുണ്ടായിരുന്നു. വരൂ മിത്ര, വരൂ, ഇരിക്കൂ. ഇത് കേട്ട് കൂടെയുണ്ടായിരുന്ന റേയും ജോണും ചിരിച്ചു. പൂജ അവരോട് അരുത് എന്ന ആംഗ്യം കാണിച്ചു. സാം സിഗരറ്റ് വലിച്ച് വീണ്ടും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. കൂടെ എല്ലാവരുടെയും ചിരി. ഇത് മിത്രയ്ക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. അവളെ വേദനിപ്പിച്ചത് അത്രയും. ആ പരിശുദ്ധമായ സ്ഥലം ഇങ്ങനെ വൃത്തികേടാക്കിയതായിരുന്നു. അതിലും വേദന തൊട്ടപ്പുറം മാറിയാണ് സർപ്പക്കാവ്. ഈ വന്ന ആളുകൾക്ക് വിവരമില്ലെങ്കിലും നിരഞ്ജൻ അവരെ പറഞ്ഞു മനസ്സിലാക്കാമായിരുന്നു. അവൾ ഓർത്തു. നിരഞ്ജനോട് അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. കൂടെ അവരുടെ പരിഹാസം അവളെ കൂടുതൽ ദേഷ്യത്തിലേക്ക് തള്ളി. നിർത്ത്. മിത്രയുടെ ശബ്ദം ഉയർന്നു. പൊയ്ക്കോണ ഇവിടുന്ന് എല്ലാവരും, അവൾ വീണ്ടും പറഞ്ഞു. അവർ നിശബ്ദരായി പരസ്പരം നോക്കി. അവൾ വീണ്ടും ശബ്ദം ഉയർത്തി പറഞ്ഞു, നിങ്ങളുടെ ഈ ദുശീലങ്ങളൊക്കെ നടത്താനുള്ള ഇടമല്ല ഇത്. പരിശുദ്ധമായ സ്ഥലങ്ങളാണ്. ഇതെല്ലാം അറിയുന്ന ഒരാളാണ് നിങ്ങൾക്ക് വളം വെച്ച് തന്നത്. പക്ഷേ ഇത് ഞാനിവിടെ അനുവദിക്കില്ല. അവളുടെ സ്വരം ഉറച്ചതായിരുന്നു. പൂജ വേഗം എഴുന്നേറ്റു വീട്ടിലേക്ക് നടന്നു. റിയ ജോണിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ചു. അവളെ രൂക്ഷമായി നോക്കി നടന്നുപോയി. പക്ഷേ സാം ഒരു കൂസലുമില്ലാതെ ഇരുന്നു. സിഗരറ്റ് കുറ്റി താഴേക്കിട്ടു. ഷൂ കൊണ്ട് ഞെരിച്ച് എഴുന്നേറ്റു. അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. നീ പേടിപ്പിക്കുകയാണോ? അവൻ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. അവൾ കണ്ണുകൾ പിൻവലിച്ചില്ല. ദേഷ്യം നിറഞ്ഞു നിൽക്കുകയായിരുന്നു അവളിൽ. അവൻ അവളിലേക്ക് വീണ്ടും അടുത്തു. ശബ്ദമില്ലാതെ ചിരിച്ചു. അവളുടെ ഇടത് കൈയിൽ അവൻ പിടുത്തമിട്ടു. നിനക്ക് എന്താടി ഇത്ര അഹങ്കാരം? ചിരിച്ചുകൊണ്ടായിരുന്നു അവൻ്റെ ചോദ്യം. കൈയെടുക്ക്. മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം അവൾക്ക് അനുഭവപ്പെട്ടു. ദേഷ്യം കൊണ്ട് അവളുടെ മിഴികൾ ചുവന്ന് നിറഞ്ഞു. ഒന്നുകൂടി അവൾ ആവർത്തിച്ചു, കൈയെടുക്കടാ. അവളുടെ ശബ്ദം ഉയർന്നിരുന്നു. അവൻ്റെ പിടുത്തം മുറുകിയതല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല. പിന്നീടൊന്നും അവൾ ആലോചിച്ചില്ല. അവൻ്റെ കരണം നോക്കി ഒന്നു കൊടുത്തു. കൈവിട്ടു. അവൻ പുറകോട്ട് വെച്ചു. അവൾ അലറി, പോടാ പോ. അങ്ങോട്ട് ഓടി വന്ന സന്ദീപ് കാര്യമറിയാതെ കുഴങ്ങി. എന്താ, എന്തുപറ്റി? ഒന്നും അറിയാതെ അവൻ ഇരുവരെയും മാറി മാറി നോക്കി. കാര്യം പന്തികേടാണെന്ന് അവന് മനസ്സിലായി. സാമിനെ പിടിച്ചു വലിച്ച് അവൻ ഒരുവിധം കൊണ്ടുപോയി. സാമിൻ്റെ മിഴികളിൽ അവളോടുള്ള പക ആളിക്കത്തി. മിത്ര തളർന്ന് ചെമ്പകച്ചോട്ടിലേക്കിരുന്നു. മുഖം പൊത്തിയവൾ പൊട്ടിക്കരഞ്ഞു. അവളുടെ മനസ്സ് ആകെ തകർന്നിരിക്കുന്നു.
വീട്ടിലേക്ക് കയറുമ്പോൾ എന്തൊക്കെയോ ശബ്ദം കേൾക്കാം. നിങ്ങളിപ്പോൾ ഇറങ്ങുവായെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. 3-4 ദിവസം കഴിഞ്ഞേ പോകൂ എന്ന് പറഞ്ഞാണ് വന്നത്. എന്നിട്ടിപ്പോ? നിരഞ്ജൻ മാറി മാറി ചോദിച്ചുകൊണ്ടിരുന്നു. ആരും ഒന്നും മിണ്ടിയില്ല. എല്ലാവരും പാക്ക് ചെയ്ത് പോകുവാൻ ഒരുങ്ങിയിറങ്ങി. നിശബ്ദത ലംഘിച്ചുകൊണ്ട് സാം പറഞ്ഞു, ഞാനെടുത്ത തീരുമാനമാണ് ഈ മടക്കം. ഇനിയൊരു ശല്യമായി ഞങ്ങൾ ആരും കാണില്ല. നിരഞ്ജൻ സാമിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു, എന്താടാ, എന്തുപറ്റി? മറുപടിയൊന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അവൻ നിരഞ്ജൻ്റെ കൈ തട്ടിമാറ്റി. നമുക്കിറങ്ങാം. ബാക്കിയുള്ളവരോടായി അവൻ പറഞ്ഞു. അവിടെ എല്ലാവരും എന്താണ് കാര്യമെന്നറിയാതെ സ്തംഭിച്ചു നിൽക്കുന്നു. വേഗം സന്ദീപ് നിരഞ്ജനെ അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി. റൂമിൽ നിന്നും പുറത്തേക്ക് വന്ന നിരഞ്ജൻ ദേഷ്യത്താൽ മിത്രയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു. മിത്ര! നിരഞ്ജന്റെ വിളി കേട്ട് അവൾ ബെഡിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു. റൂമിലേക്ക് വന്ന പാടെ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് ഹാളിലേക്ക് കൊണ്ടുവന്ന് സാമിൻ്റെ മുൻപിലേക്ക് മാറ്റി നിർത്തി. അവൻ മനസ്സിൽ ഊറിച്ചിരിച്ചു. അവൾ അമ്മായിയെയും അമ്മാവനെയും ദയനീയമായി നോക്കി. ഇവൾ ഒരു തെറ്റ് ചെയ്തു വച്ചാ. മറ്റാർക്കും അറിയില്ല. അമ്മയോ അച്ഛനോ മറ്റാരുമോ ഇതിലിടപെടണ്ട. ആരും എതിർത്തൊന്നും പറഞ്ഞില്ല. മിത്ര, ചെമ്പകച്ചോട്ടിൽ ഇവരിരുന്നത് എൻ്റെ സമ്മതത്തോടെയാണ്. നീ ഇവൻ്റെ കരണത്തടിച്ചതിന് അവനോട് സോറി പറയണം. അങ്ങനെയാണേൽ അവർ പോകൂല. പറയും മിത്ര. അവൻ്റെ സ്വരം കനത്തു. അവൾ നിരഞ്ജനെ രൂക്ഷമായി നോക്കി. ശരി, ഞാൻ മാപ്പ് ചോദിക്കാം. അതിനു മുൻപ് ഒരു കാര്യമുണ്ട് ഏട്ടാ. ഏട്ടനറിയോ, അവിടെ സർപ്പക്കാവുണ്ട്. എൻ്റെ അമ്മയുടെ ഓർമ്മയായി നട്ട ചെമ്പകമുണ്ട്. എൻ്റെ ലോകം ഇതൊക്കെയാണ്. ഏട്ടൻ അതൊന്നും ഓർത്തില്ല. ഇവരിവിടെ ഇരുന്നത് ഒരു പ്രശ്നമല്ല. പക്ഷേ ഇതുപോലെ ദുശീലങ്ങൾ അവിടെ വെച്ച് ഒഴിവാക്കാം. അതിനാണ് ഞാൻ എതിർത്തത്. മിത്ര, നീ വിഷയത്തിൽ നിന്നും മാറണ്ട. നമ്മുടെ വീട്ടിൽ അതിഥിയായി വന്ന ഒരാളെ നീ തല്ലി. അവനെ അടിച്ചത് എന്തിനു വേണ്ടി? അതിന് നീ സോറി പറഞ്ഞേ പറ്റൂ. അവൻ്റെ ശബ്ദം ഉയർന്നു. അവളുടെ മിഴികൾ നിറഞ്ഞിരുന്നു. ഞാൻ സോറി പറയാം. അവൾ നിരഞ്ജൻ്റെ മുൻപിലേക്ക് നീങ്ങി നിന്നു. അവൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ ശരീരത്ത് തൊട്ട ഇവനെ പിന്നെ ഞാൻ എന്തു ചെയ്യണമായിരുന്നു? ഇത് കേട്ട നിരഞ്ജൻ മാത്രമല്ല, എല്ലാവരും ഞെട്ടി. ഇനിയും ഞാൻ ക്ഷമ ചോദിക്കണോ? മിത്ര കരഞ്ഞുകൊണ്ട് അകത്തേക്കൂടി. അവളുടെ പുറകെ നിരഞ്ജൻ്റെ അമ്മയും പോയി. എല്ലാവരും സാമിനെ നോക്കി. അവൻ തല താഴ്ത്തി. പിന്നെ പുറത്തേക്കിറങ്ങി, കൂടെ മറ്റുള്ളവരും. നിരഞ്ജന് ഒന്നും പറയുവാനാകാതെ നിന്നുപോയി. അച്ഛൻ നിരഞ്ജൻ്റെ അടുത്തേക്ക് വന്നു. ഫ്രണ്ട്സ് ആവാം, പക്ഷെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ കുറച്ചുകൂടെ മാന്യതയുള്ളവരാണോ എന്ന് നോക്കണം. അവന് പറയാൻ മറുപടിയില്ലായിരുന്നു. നിരഞ്ജനാകെ വിഷമമായിരുന്നു. അച്ഛൻ പറഞ്ഞത് സത്യമാണെന്ന് അവന് തോന്നി. മിത്ര, അവളെ ഞാൻ ഒരുപാട് സങ്കടപ്പെടുത്തി. കാര്യമറിയാതെ അവളെ വേദനിപ്പിച്ചതിൽ അവൻ അതിയായ സങ്കടം തോന്നി. അവൻ റൂമിൽ നിന്നും ഇറങ്ങി. മിത്രയുടെ റൂമിൽ അവളെ കണ്ടില്ല. അവിടെയെല്ലാം അവൻ നോക്കി. അവളില്ല. ഈ സമയത്ത് ഇവളിതെവിടെ പോയി? തിരിച്ച് റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് മുത്തശ്ശിയുടെ റൂമിൽ നിന്നും സംസാരം കേട്ടത്. അവൻ റൂമിലേക്ക് കയറി. മുത്തശ്ശിയുടെ മടിയിൽ തല ചായ്ച്ച് കിടക്കുന്ന മിത്ര. അവനെ കണ്ടതും അവൾ എഴുന്നേറ്റു. മുത്തശ്ശി ചിരിച്ചു. എന്തു പറ്റി എൻ്റെ ദേഷ്യക്കാരൻ കുട്ടിക്ക്? മുത്തശ്ശി അവനെ അടുത്തേക്ക് ചേർത്തിരുത്തി. അവൻ്റെ നോട്ടമത്രയും മിത്രയിലായിരുന്നു. അവളുടെ കരഞ്ഞു കലങ്ങിയ മിഴികൾ അവനെ നോവിച്ചു. എന്തൊക്കെയോ പറയണമെന്നോർത്ത അവൻ വാക്കുകൾക്ക് പരതി. ഇന്നെന്താ രണ്ടാളും പിണക്കത്തിലാണോ? മുത്തശ്ശി രണ്ടാളെയും മാറി മാറി നോക്കി. മിത്ര തല ഉയർത്തി അവനെ നോക്കി. അവൻ്റെ മിഴികളെ നേരിടാനാവാതെ അവൾ റൂം വിട്ടു പുറത്തേക്കിറങ്ങി. മിത്ര! അവൻ്റെ വിളി കേട്ടവൾ നിന്നു. തിരിഞ്ഞു നോക്കാതെ റൂമിലേക്ക് ധൃതി വെച്ച് നടന്നു. റൂമിലെത്തി വാതിലടച്ചു. നിരാശയോടെ നിരഞ്ജൻ റൂമിലേക്ക് പോന്നു. ഫോൺ എടുത്ത് നോക്കി. 2 മിസ് കോൾ. സാമിൻ്റേതാണ്. തെറ്റ് ചെയ്തതിന് സോറി ചോദിച്ചും മെസ്സേജ് അയച്ചു. അവൻ മറുപടിയൊന്നും കൊടുക്കാതെ ഫോൺ ഓഫ് ചെയ്തു. അവൻ ആലോചിച്ചുകൊണ്ട് റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പെട്ടെന്ന് ഉത്തരം കിട്ടിയപ്പോൾ നിന്നു. വാതിൽ തുറന്ന് പുറത്തിറങ്ങി. എല്ലാവരും കിടന്നു എന്നവന് മനസ്സിലായി. മിത്രയുടെ റൂമിൻ്റെ മുൻപിലെത്തി ചുറ്റും നോക്കി. പതിയെ വാതിലിൽ തട്ടി. റൂം തുറന്ന മിത്ര ഞെട്ടി. അവൾ മാറിക്കൊടുത്തു. നിരഞ്ജൻ റൂമിലേക്ക് കയറി. നിരഞ്ജൻ അവളെ നോക്കി. അവൾ പുറത്തേക്ക് നോക്കി, ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന്. അവൻ അവളുടെ അടുത്തേക്ക് വന്നു. നീ നോക്കണ്ട, എല്ലാവരും കിടന്നു. വീണ്ടും അവൻ പറഞ്ഞു, മിത്ര, സോറി മിത്ര, ഞാൻ ഒന്നും അറിഞ്ഞിരുന്നില്ല. പിന്നീട് നീരസമായി അവൻ്റെ സംസാരത്തിൽ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആ സമയത്ത് അങ്ങോട്ട് പോകരുതെന്ന്. എന്നിട്ട് പറഞ്ഞത് കേൾക്കാതെ പോയി. അതുകൊണ്ടല്ലേ ഇത്രയൊക്കെ സംഭവിച്ചത്. ദേഷ്യവും സങ്കടവും സ്നേഹവും കൊണ്ടവൻ എന്തൊക്കെയോ വീണ്ടും വീണ്ടും സമാധാനത്തിനായി പറഞ്ഞുകൊണ്ടിരുന്നു. മിത്രയ്ക്ക് മനസ്സിലാകുമായിരുന്നു ആ സ്നേഹത്തെ. അവളൊരു കൊച്ചു കുഞ്ഞിനെ പോലെ അവനെ ശ്രവിച്ചുകൊണ്ടിരുന്നു. തന്നോടുള്ള സ്നേഹമാണ് ദേഷ്യമായി പലപ്പോഴും തോന്നിയിരുന്നതെന്ന്
അവൾ ഓർത്തു. അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ അവൾ നോക്കി നിന്നു. മിത്ര, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ഇല്ലെന്നവൾ തലയാട്ടി. അവൻ്റെ മുഖത്ത് ചിരി വിടർന്നു. ഓ, ആശ്വാസമായി. അത് പറഞ്ഞവൻ വെളിയിലേക്കിറങ്ങി. ഇനി വാതിലടച്ചോ? വാതിലടച്ച് ബെഡിൽ വന്നിരുന്ന അവളുടെ മനസ്സ് നിറയെ നിരഞ്ജൻ്റെ ചൂളിയുള്ള നിൽപ്പും കുറ്റപ്പെടുത്തലും ദേഷ്യവുമൊക്കെയായിരുന്നു. അവളുടെ ഉള്ളിൽ 1000 പ്രണയത്തിൻ പീലികൾ വിടർന്നു. വീണ്ടും വാതിലിൽ മുട്ടുകേട്ട് മിത്ര ഞെട്ടി. വാതിൽ തുറന്നു. കള്ളച്ചിരിയുമായി നിരഞ്ജൻ. അവൾ എന്തെങ്കിലും ചോദിക്കും മുമ്പേ അവൻ റൂമിൽ കയറി വാതിൽ ചാരി. എന്താണെന്ന് ഓർത്ത് നിൽക്കുന്ന അവളോട് അവൻ പറഞ്ഞു, മിത്ര, എനിക്ക് എന്തോ നിന്നോട് പറയാനുണ്ടായിരുന്നു. റൂമിൽ ചെന്നപ്പോഴാണ് ആലോചിച്ചത്. അവൾ ചെറുചിരിയോടെ അവനെ നോക്കി. അവളുടെ കയ്യിൽ പിടിച്ചവൻ വലിച്ചു തന്നിലേക്ക് ചേർത്തു. കുപ്പിവളകൾ പൊട്ടി താഴേക്ക് വീണു. അവൻ്റെ നെഞ്ചിലേക്ക് തല ചായ്ച്ച് അവൾ അവനിലേക്ക് ഒട്ടിനിന്നു. ഇരു കൈകൾ കൊണ്ട് അവളെ തന്നിലേക്ക് ഒന്നുകൂടെ ചേർത്തുകൊണ്ടവൻ പതിയെ പറഞ്ഞു, മിത്ര, നീ നിരഞ്ജൻ്റെയാണ്, നിരഞ്ജൻ്റെ മാത്രം. അവളുടെ ചുടുനിശ്വാസങ്ങൾ അവൻ്റെ നെഞ്ച് താളം തീർത്തുകൊണ്ടിരുന്നു. പക്ഷേ അവരറിയാതെ ആ വാതിലുകൾക്ക് പിന്നിൽ 2 കണ്ണുകൾ എല്ലാം അറിയുന്നുണ്ടായിരുന്നു. തൊടിയിലേക്കിറങ്ങുമ്പോൾ മിത്രയുടെ മനസ്സ് മുഴുവൻ കഴിഞ്ഞ ദിവസം നടന്ന സംഭവമായിരുന്നു. 2 ദിവസമായി പുറത്തേക്കിറങ്ങിയിട്ടെന്ന് അവൾ ഓർത്തു. ചെമ്പകച്ചോട്ടിലെത്തിയപ്പോൾ അവൾ ആകെ ആശ്ചര്യപ്പെട്ടു. എന്നും ഇലകൾ വീണുകിടക്കുന്ന അവിടമാകെ വൃത്തിയാക്കിയിരിക്കുന്നു. ആരാകുമെന്ന് അവൾ ഓർത്തു. ചിലപ്പോൾ നിരഞ്ജേട്ടനാകും. ചെമ്പകച്ചോട്ടിലേക്ക് അവളിരുന്നു. നല്ല കാറ്റുണ്ട്. പതിയെ മിഴികൾ അടച്ചു. അവൾ നടക്കുകയാണ്. ചെമ്പകച്ചോട് കടന്ന് സർപ്പക്കാവം താണ്ടി കുറച്ചു മാറി ഒരു താമരക്കുളം. അതാ അതിൻ്റെ താഴത്തെ പടവിൽ ഒരാളിരിക്കുന്നു. ഒരു ചെറു കല്ലെടുത്ത് അവൾ കുളത്തിലേക്ക് എറിഞ്ഞു. വെള്ളത്തുള്ളികൾ അവൻ്റെ മുഖത്തേക്ക് തെറിച്ചു. തിരിഞ്ഞു മുകളിലേക്ക് അവൻ നോക്കി. മുഖമില്ലാത്ത രൂപം. മിത്ര ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു. ഹൃദയമിടിപ്പ് വേഗത്തിലായി. ആരാണ് അയാൾ? കുറേ ദിവസങ്ങൾക്ക് മുമ്പും താനൊരു സ്വപ്നം കണ്ടിരുന്നു. അതിലും ഈ മുഖമില്ലാത്ത രൂപം കണ്ടിരുന്നു. നല്ല തണുത്ത കാറ്റേറ്റിട്ടും അവൾ വിയർത്തു. അവൾ എഴുന്നേറ്റു. ഒന്ന് ശങ്കിച്ചു. അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ എന്ന ചിന്തയായി. ആരെങ്കിലും അറിഞ്ഞാൽ വഴക്കു പറയും, ഉറപ്പാണ്. ഈ ചെമ്പകച്ചോട് കഴിഞ്ഞ് പെണ്ണുങ്ങൾ അങ്ങോട്ട് പോകരുതെന്ന് പറയാറുള്ളത് അവൾ ഓർത്തു. അത് ആ സ്ത്രീരൂപം താൻ തന്നെയായിരുന്നു. തിരിച്ച് വീട്ടിലേക്ക് പോകാനൊരുങ്ങിയ അവളെ എന്തോ ഒന്ന് നിയന്ത്രിക്കും പോലെ തോന്നി. സർപ്പക്കാവ് ലക്ഷ്യമാക്കി അല്പം പേടിയോടെ നടന്നു. സർപ്പക്കാവ് കഴിഞ്ഞ് ഇടവഴിയാണ്. നിറയെ മരങ്ങൾ, പലതരം കിളികളുടെ ശബ്ദങ്ങൾ. വെളിച്ചം കുറഞ്ഞു വരും പോലെ പ്രതീതി. ശബ്ദമുണ്ടാക്കാതെ പതിയെ നടന്നു. പക്ഷേ ആ കുളം അവിടെ എങ്ങും അവൾക്ക് കാണുവാൻ സാധിച്ചില്ല. അവിടമാകെ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ 3 മരങ്ങൾ കൂടി നിൽക്കുന്നിടത്ത് ആരോ നിൽക്കും പോലെ തോന്നി. മുൻപോട്ട് നടക്കണമോ? അവൾ സംശയിച്ചു. പെട്ടെന്ന് പുറകിൽ നിന്നും വിളി വന്നു, മിത്ര. അവൾ പേടിച്ച് തിരിഞ്ഞു നോക്കി. നിരഞ്ജൻ. അവൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞിരുന്നു. നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇവിടേക്ക് വരരുതെന്ന്. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് വീട്ടിലേക്ക് നടന്നു. അവൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി. ഇല്ല, ആ മരങ്ങൾക്കിടയിൽ താൻ മുൻപ് കണ്ട രൂപം ഇപ്പോൾ കാണാനില്ല. ആരായിരുന്നു അത്? അവളുടെ കൈ വേദനിച്ചു. എനിക്ക് വേദനിക്കുന്നു. പറഞ്ഞത് കേൾക്കാത്ത മട്ടിൽ അവൻ ധൃതിയിൽ അവളുമായി നടന്നു. വീട്ടിലേക്ക് കയറുന്ന പടവുകളെത്തിയപ്പോൾ അവൻ്റെ കൈ അയഞ്ഞു. അവൾ കൈ വലിച്ചു. അവനെ പേടിയോടെ നോക്കി. അവളുടെ കണ്ണിലേക്ക് ദേഷ്യത്തിൽ നോക്കി ആജ്ഞാപിച്ചു, കേറിപ്പോ. ഇനിയും ഇങ്ങനെ ആവർത്തിച്ചാൽ നിന്നെ തൊടിയിലേക്ക് പോലും ഇറക്കില്ല. ആ വാക്കുകൾ ഉറച്ചതായിരുന്നു. രാത്രിയിൽ എത്ര ആലോചിച്ചിട്ടും മിത്രയ്ക്ക് ഉത്തരം കിട്ടിയില്ല. വാതിൽ തുറന്ന് മുത്തശ്ശിയുടെ റൂമിലേക്ക് നടന്നു. മുത്തശ്ശി ഉറങ്ങിയിരുന്നില്ല. അവളെ അടുത്ത് പിടിച്ച് ചേർത്തിരുത്തി. തലയിൽ തലോടി. മുത്തശ്ശിയുടെ മടിയിൽ തലചായ്ച്ച് കിടന്നപ്പോൾ അവളുടെ മനസ്സാകെ തണുത്തു. മുത്തശ്ശി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ മോളെ, നിനക്ക് എന്ത് വേണേലും ചോദിക്കാലോ. നമുക്ക് ഈ തൊടിയിൽ ഒരു താമരക്കുളമുണ്ടോ? ആ ചോദ്യം കേട്ട് മുത്തശ്ശി ഞെട്ടി. ആ മുഖത്തെ ഭാവം അവൾ ശ്രദ്ധിച്ചു. വേഗം മടിയിൽ നിന്നും തല ഉയർത്തി. അവൾ കയ്യിൽ പിടിച്ച് കുലുക്കി വിളിച്ചു, മുത്തശ്ശി. മുത്തശ്ശി അവളുടെ മുഖത്ത് 2 കൈകളും ചേർത്ത് വെച്ച് ചോദിച്ചു, എന്താ മോളെ, എന്താ നിനക്ക് ഇപ്പോൾ ഇങ്ങനൊരു സംശയം തോന്നാൻ? ആ മിഴികൾ നിറഞ്ഞിരുന്നു. റൂമിന് പുറത്തെ കാൽപെരുമാറ്റം കേട്ട് അവർ നിശബ്ദരായി. ആരും റൂമിലേക്ക് കടന്നു വരാത്തതിനാൽ മിത്ര എഴുന്നേറ്റ് വാതിലിൽ ചെന്ന് ചുറ്റും നോക്കി. ആരെയും കണ്ടില്ല. വാതിലടച്ച് തിരിച്ചു വന്ന് മുത്തശ്ശിയുടെ അരികിലിരുന്നു. പല സമയത്തായി കണ്ടിട്ടുള്ള സ്വപ്നങ്ങൾ മിത്ര ഒരു കഥ പോലെ പറഞ്ഞു കേൾപ്പിച്ചു. മുത്തശ്ശി, ഇവിടെ എന്തൊക്കെയോ മറഞ്ഞിരിപ്പുണ്ട്. എനിക്കറിയണം മുത്തശ്ശി, എന്താണതൊക്കെ?
അവളുടെ വാശിക്ക് മുൻപിൽ മുത്തശ്ശി മനസ്സ് തുറന്നു. മോളെ, നീ സ്വപ്നത്തിൽ കണ്ടതൊന്നും നിന്നെയല്ല, അത് നിന്റെ അമ്മയാണ്, എൻ്റെ മോള് ഭദ്ര. മിത്ര ആകാംക്ഷയോടെ മുത്തശ്ശിയെ ശ്രവിച്ചു. ഓരോന്നും പറയുമ്പോൾ മുത്തശ്ശിയുടെ മിഴികൾ നിറയുന്നത് അവൾ ശ്രദ്ധിച്ചു. ഭദ്ര, അവളായിരുന്നു ഈ വീടിൻ്റെ വിളക്ക്. ആട്ടവും പാട്ടും എഴുത്തും ഒക്കെയായി ഈ വീടിൻ്റെ എല്ലായിടത്തും ഓടി നടന്നു. ആ ഇടയ്ക്കാണ് മുത്തശ്ശൻ അറിയുന്ന ആരോ പറഞ്ഞിട്ട് ഒരു പയ്യൻ ജോലിക്ക് വന്നത്. മിടുക്കൻ, നല്ല പെരുമാറ്റം, എല്ലാ ജോലിയും ഒരു മടിയും കൂടാതെ ചെയ്തു. ഇവിടെ ഏതേലും ഒരു മൂലയിൽ അവൻ ഒതുങ്ങുമായിരുന്നു. തൊടിയും പരിസരവും വൃത്തിയും വെടുപ്പുമാക്കിയവൻ. ഇടയ്ക്ക് അവൻ്റെ മുഖത്ത് സങ്കടം കണ്ടിരുന്നു. ആരാഞ്ഞപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞു. അവസാനം മുത്തച്ഛൻ്റെ ചോദ്യത്തിന് മുന്നിൽ അവന് പറയാതിരിക്കാനായില്ല. കല്യാണം കഴിഞ്ഞ് കുഞ്ഞ് ജനിച്ചപ്പോൾ ഭാര്യ മരിച്ചുപോയി. കുഞ്ഞിനെ ഏതോ ബന്ധുവായ സ്ത്രീയാണ് നോക്കുന്നത് പോലും. ഇടയ്ക്ക് വല്ലപ്പോഴും ഇവൻ പോകും. മറ്റാരും അവനുണ്ടായിരുന്നില്ല. ഇവിടെ എല്ലാവർക്കും അവനോട് വീണ്ടും സ്നേഹം കൂടിയതല്ലാതെ കുറവ് സംഭവിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ദുരന്തം ഉണ്ടായത്. യാദൃശികമായി തൊടിയിലേക്ക് ചെന്ന മുത്തച്ഛൻ കണ്ടത് താമരക്കുളത്തിൻ്റെ കൽപ്പടവിൽ അവൻ്റെ മടിയിൽ തലചായ്ച്ചിരിക്കുന്ന ഭദ്രയാണ്. മുത്തച്ഛൻ അവനെ അടിച്ചു. അവനങ്ങനെ ചെയ്യുമെന്ന് ആരും കരുതിയില്ല. അവൻ്റെ ദുഃഖം കണ്ട് സഹതാപം തോന്നിയാണോ ഭദ്രയ്ക്ക് ഇങ്ങനെ തോന്നിയത്? അതും അറിയില്ല. എന്തായാലും അവളുടെ തീരുമാനം മുത്തശ്ശൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. കല്യാണം ഉണ്ടെങ്കിൽ അത് അവനെ മാത്രം ആകുമെന്ന്. അവനൊരക്ഷരം മിണ്ടിയില്ല. മുത്തശ്ശന് വലിയ ദേഷ്യമായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഒക്കെയായി. മുത്തശ്ശൻ്റെ കയ്യിലിരുന്ന കത്തി കൊണ്ട് അവന് കുത്തേറ്റു. വേണമെന്ന് വെച്ച് ചെയ്തതല്ല, പറ്റിപ്പോയി. പക്ഷേ അവൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. ആ താമരക്കുളത്തിൽ രക്തം കലർന്ന് അവിടെ തന്നെ ആ ശരീരം ഇട്ടു. കുളം മൂടി. വേറെ വഴിയില്ലായിരുന്നു. മുത്തശ്ശി വിതുമ്പി. ദീർഘനിശ്വാസത്തോടെ വീണ്ടും തുടർന്നു. കേസൊന്നും ഉണ്ടായില്ല. മുത്തച്ഛൻ്റെ പിടിപാടുകളുമുണ്ട്. അതാരും അറിഞ്ഞില്ല എന്ന് വേണം പറയാൻ. ഭദ്രയുടെ വിവാഹമായിരുന്നു മുത്തച്ഛൻ്റെ ലക്ഷ്യം. ആദ്യമൊന്നും സമ്മതിക്കാതിരുന്ന ഭദ്ര പിന്നീട് സമ്മതം മൂളി. പെട്ടെന്നെല്ലാം നടത്തി. പക്ഷേ വാശി കയറി അവൾ വിവാഹം കഴിഞ്ഞ് പിന്നെ ഇവിടെ നിന്നില്ല. ഇങ്ങോട്ട് വന്നതുമില്ല. നീ ഉണ്ടായിട്ട് പോലും ഒന്ന് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചില്ല. അവസാനം എൻ്റെ കുഞ്ഞും. അന്ന് ചെയ്ത തെറ്റിന് മുത്തശ്ശൻ പ്രായശ്ചിത്തം ചെയ്തു. പിന്നീട് കിടപ്പായിപ്പോയി. ഒരുപാട് നാള് ഇങ്ങനെ കിടപ്പ് ആയിരുന്നു. മുഴുവിപ്പിക്കാനാവാതെ മുത്തശ്ശി ഏങ്ങലടിച്ചു. മിത്ര മുത്തശ്ശിയെ പതിയെ ബെഡിലേക്ക് കിടത്തി. അവൾ എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ മുത്തശ്ശി അവളുടെ കയ്യിൽ പിടിച്ചു. എന്താ മുത്തശ്ശി? മോളെ, അവൻ നിരഞ്ജൻ. നിരഞ്ജൻ. എന്താ പറയും മുത്തശ്ശി? അവൾ മുത്തശ്ശിയെ വിളിച്ചു. മോളെ, എനിക്കൊന്ന് ഉറങ്ങണം. മുത്തശ്ശിക്ക് ക്ഷീണമുണ്ടെന്ന് അവൾക്ക് തോന്നി. പുതപ്പെടുത്ത് നേരെ ഇട്ടുകൊടുത്ത് മിത്ര അവിടെ നിന്ന് എഴുന്നേറ്റു. വെളിയിലേക്കിറങ്ങിയ അവളുടെ ചിന്ത മുത്തശ്ശി പറയുവാൻ വന്ന കാര്യമായിരുന്നു. പിന്നെ പ്രായച്ചിത്തം, അതെന്താണ്? പെട്ടെന്ന് അവൾ ഞെട്ടി. മുൻപിൽ അമ്മാവൻ. നിനക്ക് ഉറക്കമില്ലേ കുട്ടി? പോയി കിടന്നുറങ്ങൂ. അവൾ റൂമിലേക്ക് നടന്നു. മിത്ര, അമ്മാവൻ്റെ വിളി കേട്ട് അവൾ നിന്നു. നിന്റെ മനസ്സിൽ അരുതാത്ത എന്തേലും ആഗ്രഹമുണ്ടെങ്കിൽ അത് മറക്കണം. നീ ഈ വീട്ടിൽ ജീവിക്കേണ്ട കുട്ടിയാണ്. അമ്മാവൻ പറഞ്ഞത് മനസ്സിലാകാതെ മിത്ര അമ്പരന്നു. പിറ്റേ ദിവസം മുത്തശ്ശിയുടെ മരണവാർത്ത അറിഞ്ഞാണ് ആ തറവാട് ഉണർന്നത്. അത് മിത്രയ്ക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. ആഴ്ചകൾ പലതും പൊഴിഞ്ഞിട്ടും മിത്ര പല ഓർമ്മകളും പേറി. അസ്ഥിത്തറയുടെ അടുത്ത് പോയി നിൽക്കും. എന്തൊക്കെയോ പറയാൻ ബാക്കി വെച്ചാണ് ആ മരണമെന്നവൾ ഇടയ്ക്കിടെ ആലോചിക്കും. നിരഞ്ജനോട് അവൾ എല്ലാ കാര്യങ്ങളും പങ്കുവെച്ചു. അത് കേട്ടവൻ ചിരിച്ചു. മിത്രയ്ക്ക് ദേഷ്യം തോന്നി. പക്ഷെ ചിരി നിർത്തി. അവളെ നോക്കി ആ മിഴികൾ കലങ്ങിയിരുന്നു. കണ്ണുനീർ പൊടിഞ്ഞിരുന്നു. നിനക്കറിയോ മിത്ര, മുത്തച്ഛൻ്റെ ആ പ്രായച്ചിത്തം അത് ഞാനാണ്. ഈ ഞാൻ. മിത്ര ഞെട്ടി. പറയുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ വിറകൊണ്ടു. മുത്തച്ഛൻ എന്നെ ഒരുപാട് സ്നേഹിച്ചു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മുത്തശ്ശിക്കും അമ്മയ്ക്കും എന്നോട് വലിയ സ്നേഹമായിരുന്നു. അമ്മ സ്വന്തം മകനെപ്പോലെ എന്നെ സ്നേഹിച്ചു, ലാളിച്ചു. അച്ഛനിൽ നിന്നും ഒരിക്കലും എനിക്കിത് കിട്ടിയിട്ടില്ല. സ്വന്തം മകന് സ്വത്തെല്ലാം നഷ്ടപ്പെടുമോ? അതായിരിക്കും ആ മനസ്സ് നിറയെ. ഇവിടെ നിന്നും പോകുവാൻ ഒരിക്കലും ഇഷ്ടപ്പെടാതിരുന്ന ഞാൻ ദൂരേക്ക് ജോലിക്ക് പോയത് അതുകൊണ്ടാണ്. മനസ്സിൽ ഒരുപാട് ദേഷ്യമായിരുന്നു. അവഗണന സഹിക്കാൻ പറ്റില്ല മിത്ര. പലപ്പോഴും പല സ്ഥലത്തും മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇനി നിനക്കും അങ്ങനെ ചെയ്യാം. ഞാൻ ജന്മം കൊണ്ട് താണവനാണ്. മഹത്വമുള്ള തറവാട്ടിൽ ജനിച്ചവനല്ല.
നിരഞ്ജന്റെ വാക്കുകൾ ഇടറി. അവൻ്റെ അവസ്ഥ മിത്രയെ ദുഃഖത്തിലാഴ്ത്തി. അവൾ ഓടിച്ചെന്ന് അവനെ ഇറുകെ പുണർന്നു. ആർക്കും വേണ്ടെങ്കിലും എനിക്ക് വേണം എൻ്റെ നിരഞ്ജേട്ടനെ. അവനെ ആശ്വസിക്കാൻ ആ വാക്ക് മാത്രം മതിയാകുമായിരുന്നു. അമ്മാവൻ വിളിക്കുന്നത് കേട്ടാണ് മിത്ര അങ്ങോട്ടെത്തിയത്. എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. അമ്മായിയുടെ അടുത്തായി മിത്രയും നിന്നു. നിരഞ്ജൻ ഇനി ബാംഗ്ലൂർക്ക് മടങ്ങുന്നത് എന്നാണ്? നിരഞ്ജൻ എന്തെങ്കിലും അച്ഛനോട് പറയും മുമ്പേ വീണ്ടും അച്ഛൻ തുടർന്നു. ഇനി വിവാഹമൊക്കെ കഴിഞ്ഞ് പതിയെ യാത്ര മതിയല്ലോ. ഹലേൽ, അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര തന്നെയാവും. അപ്പോൾ നമുക്ക് ഇതങ്ങ് ഉറപ്പിക്കാം അല്ലേ? ഉവ്. അതുമാത്രമായിരുന്നു നിരഞ്ജൻ്റെ മറുപടി. ഞാൻ സമയവും ഡേറ്റും ഒക്കെ കുറിച്ചു. നല്ല പൊരുത്തമാണ് ജാതകത്തിന്. അത് കേട്ട് അമ്മയ്ക്ക് വലിയ സന്തോഷമായി. മിത്ര ചെറിയ നാണത്തോടെ നിരഞ്ജനെ നോക്കി. അവനും സന്തോഷത്തിലായിരുന്നു. വീണ്ടും അച്ഛൻ്റെ വാക്കുകൾ. 2 വിവാഹങ്ങളും ഒരുമിച്ചാണ്, നിരഞ്ജൻ്റെയും കാശിയുടെയും. എല്ലാവർക്കും ഇരട്ടി സന്തോഷമാണ് ഉണ്ടായത്. പക്ഷേ കാശി വലിയ ദേഷ്യത്തിലായിരുന്നു. അച്ഛൻ എന്താ പറയുന്നത്? ആരൊക്കെ തമ്മിലാണ് വിവാഹം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അത് തന്നെയല്ല, എനിക്കിപ്പോൾ ഒരു വിവാഹം വേണ്ട. ഏട്ടൻ്റെ നടത്തൂ. കാശി, ഇവിടെ തീരുമാനമെടുക്കാൻ മുതിർന്നവരുണ്ട്. നീ വിവാഹം കഴിക്കാൻ പോകുന്നത് മിത്രയാണ്. ആ വാക്കുകൾ കേട്ട് എല്ലാവരും ഞെട്ടി. നിരഞ്ജനൊന്നും പറയുവാനാകാതെ നിന്നുപോയി. ഇത്രയും നേരം അവൻ ഓർത്തത് മിത്രയെ തനിക്ക് തരുന്ന കാര്യമാണ് അച്ഛൻ പറയുന്നതെന്നാണ്. ഈ ഒറ്റ വാക്ക് അവനെ തളർത്തി. അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? മിത്ര, അവൾ നിരഞ്ജേട്ടനുള്ളതാണ്. കാശി അത് പറഞ്ഞു തീരും മുമ്പേ മിത്രയുടെ ശബ്ദം ഉയർന്നു. ഇത് നടക്കില്ല മോളെ. അമ്മായി അവളെ പിടിച്ചു. അമ്മായിയുടെ കൈ അവൾ തട്ടിമാറ്റി. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയട്ടെ അമ്മായി. എല്ലാവരും കേൾക്കാനായി ഞാൻ പറയുക. എനിക്ക് കാശിയേട്ടനെ സ്വന്തം സഹോദരനായി മാത്രമേ കാണാൻ പറ്റൂ. തിരിച്ച് കാശിയേട്ടനും അങ്ങനെ തന്നെയായിരിക്കും. അതിനപ്പുറം ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. ഞാൻ സ്നേഹിച്ചത് നിരഞ്ജേട്ടനെയാണ്, അവൾ വാശിയോടെ പറഞ്ഞു. അവളെ തല്ലുവാനോങ്ങിയ അച്ഛൻ്റെ കൈകൾ തടഞ്ഞു നിരഞ്ജൻ. ഓഹോ, അപ്പോൾ നീ 2 കൽപ്പിച്ചാണല്ലേ? അല്ലച്ച, ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണ്. അത് പറയാനിരിക്കുമായിരുന്നു, നിരഞ്ജൻ നീരസത്തോടെ പറഞ്ഞു. അമ്മാവാ, എൻ്റെ അമ്മയുടെ പേരിൽ മുത്തശ്ശി എഴുതി വെച്ച സ്വത്തെല്ലാം പോകൂ എന്നോർത്താണെങ്കിൽ അത് വേണ്ട. എനിക്കതൊന്നും വേണ്ട. നിരഞ്ജേട്ടനും ഒരു സ്വത്തും വേണ്ട. തൊടിയിലെ കുറച്ച് സ്ഥലം, 2 ആത്മാക്കൾ ഉറങ്ങുന്നില്ലേ, ആ മണ്ണ്, അത് മാത്രം മതി ഞങ്ങൾക്ക്. അതുകൊണ്ട് നിർത്തിയില്ല അവൾ. എനിക്കറിയില്ലായിരുന്നു ഒന്നും അറിയാതെയാണ് ഞാൻ നിരഞ്ജേട്ടനെ സ്നേഹിച്ചത്. അതങ്ങനെ തന്നെ വേണമെന്ന് ദൈവം തീരുമാനിച്ചതാകും. പണ്ട് എൻ്റെ അമ്മയുടെ സ്നേഹത്തിന് ആരും വില നൽകിയില്ല. അത് മാത്രമല്ല, ഒന്ന് ഉപദേശിക്കാതെ കൊന്നു കളഞ്ഞില്ലേ ആ പാവത്തിനെ. മിത്ര, നിന്റെ സംസാരം കൂടുന്നു. അമ്മാവൻ്റെ സ്വരം ഉയർന്നു. നിരഞ്ജൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. അവൾ തുടർന്നു. അതെ അമ്മാവ, അറിയാൻ പലതും ഉണ്ടായിരുന്നു. അതെല്ലാം അറിഞ്ഞു. ആ പാവത്തിനെ കൊന്ന കുറ്റം മുത്തശ്ശൻ്റെ തലയിൽ വന്നു. അറിയാതെ കൊണ്ടതാണ് പോലും. പക്ഷേ സത്യം അതും എനിക്കറിയാം. അല്ല, അറിഞ്ഞു. അമ്മാവനെ അറിഞ്ഞുകൊണ്ട് തന്നെ കൊന്നതാണ് അല്ലേ? അവൾ കിതച്ചു. അമ്മായി അവളെ പിടിച്ചു വലിച്ചു. അവൾ പോകാൻ കൂട്ടാക്കിയില്ല. എൻ്റെ അച്ഛനെ കൊന്നതാണെന്ന് പണ്ടേ അറിഞ്ഞിരുന്നു. എന്തേലും ചെയ്യാൻ എൻ്റെ മനസ്സിൽ തോന്നിയാലോ എന്ന് കരുതിയാണ് ഇവിടെ നിന്ന് മാറി നിന്നത്. ഞങ്ങളെ പിരിക്കാനാണ് ശ്രമമെങ്കിൽ ഞാനത് അറിഞ്ഞുകൊണ്ട് ചെയ്യും. നിരഞ്ജൻ്റെ വാക്ക് കേട്ട് അമ്മ ഓടി വന്ന് അവൻ്റെ കയ്യിൽ പിടിച്ച് കരഞ്ഞു. വേണ്ട മോനെ, ഈ അമ്മയെ ഓർത്ത് നീ ക്ഷമിക്ക്. അവൻ അമ്മയെ ചേർത്ത് പിടിച്ചു. പിറ്റേന്ന് രാവിലെ നിരഞ്ജൻ വീട്ടിൽ നിന്നും പോകുവാനിറങ്ങി. മിത്ര, അവൻ നീട്ടി വിളിച്ചു. ചെമ്പകത്തിനോടും ആ തൊടിയോടും യാത്ര പറഞ്ഞ് അമ്മയുടെയും മുത്തശ്ശിയുടെയും അസ്ഥിത്തറയിൽ വിളക്ക് വെച്ച് അവൾ മടങ്ങി. മിത്രയെ ചേർത്ത് പിടിച്ച് അവൻ ഇറങ്ങുമ്പോൾ ചെമ്പകച്ചൂട്ടിൽ ഇത് കണ്ട് ആനന്ദിക്കുന്നവരുണ്ടായിരുന്നു. ഒരിക്കൽ ഒന്നാകാൻ കഴിയാതെ പോയവർ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.